പരിശുദ്ധമുള്ള നാമം ഇന്ന് ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ രാത്രി നാം സമാധാനത്തോടെ കിടന്നുറങ്ങി പുതിയ പ്രഭാതം നമുക്ക് ദാനമായി തന്ന സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൽ നിങ്ങളെ ഏവരെയും സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു. ഇന്ന് രാവിലെയുള്ള ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം 14 വാക്യം. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിൽ ഒക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. അനുഗ്രഹിക്കപ്പെട്ട ഈ തിരുവഴുത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ വേദഭാഗം നാം ചിന്തിക്കുമ്പോൾ 24 അധ്യായത്തിൽ ദൈവാലയത്തിൻ്റെ നാശവും അന്ത്യകാല ലക്ഷണങ്ങളെക്കുറിച്ചും ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. യേശുവിൻ്റെ അടുക്കൽ വന്ന ശിഷ്യന്മാരുടെ ചോദ്യത്തിന് യേശു കൊടുത്ത മറുപടിയാണ് ഈ തിരുവഴുത്തെന്ന് നമുക്ക് കാണുവാനായി കഴിയും. 24 3 വാക്യത്തിൽ അവൻ ഒലിവുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്ന് അത് എപ്പോൾ സംഭവിക്കും എന്ന് തൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിക്കുവിൻ, സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനം അല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭം അത്രേ. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമം നിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. ഈ വേദഭാഗം നാം ചിന്തിച്ചു വരുമ്പോൾ അന്ത്യകാലത്തിൻ്റെ ഒരു അവസാന നിമിഷത്തിലേക്ക് നാം വന്നെത്തി നിൽക്കുന്നു എന്ന് ഏതൊരു ദൈവവചന വായിക്കുന്ന വായനകർത്താവിനും ഇന്നത്തെ സോഷ്യൽ മീഡിയ ദിനപത്രങ്ങളിലൂടെ സംഭവിക്കുന്ന സംഭവവികാസങ്ങളെ വിലയിരുത്തുന്ന ഏത് വ്യക്തിക്കും ഇത് മനസ്സിലാക്കുവാൻ കഴിയുന്ന നഗ്ന സത്യമാണ്. ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളല്ലേ നമ്മുടെ കൺമുമ്പിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അന്ത്യകാലത്തെക്കുറിച്ച് തിമോഥെയോസിൻ്റെ ലേഖനം 3 അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായി തിമോഥെയോസ് ഈ അന്ത്യകാലത്തെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നതായി നമുക്കവിടെ കാണുവാനായി കഴിയുന്നുണ്ട്. നാം വന്നെത്തി നിൽക്കുന്ന ഈ അന്ത്യകാലം എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ ഓരോ ദിവസം തോറും നാം ആയിരിക്കുന്ന സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. 3 അധ്യായത്തിൻ്റെ 1 വാക്യം പറയുന്നത് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയാം. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും
ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണ ദ്വേഷികളും ദ്രോഹികളും ദാഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെ ഉള്ളവരെ വിട്ട് ഒഴിയുക. എന്താ ഈ വാക്യം നമ്മോട് വിളിച്ചു പറയുന്നത്? ഇന്നത്തെ ഈ സാഹചര്യം, നമ്മുടെ മുമ്പിലെ ഈ സമൂഹം അഥവാ നമ്മുടെ ചുറ്റുപാടുകളിൽ അരങ്ങേറുന്ന സംഭവ വികാസങ്ങളാണ് ഈ അന്ത്യകാലത്തെ ലക്ഷണങ്ങളെക്കുറിച്ച് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തിമത്തിയോസ് തൻ്റെ ലേഖനത്തിൽ കുറിച്ചു വച്ചിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ടത്, ഇന്ന് നമ്മൾ വഴിയോരങ്ങളിൽ ഇറങ്ങിയാൽ, ബസ്സിൽ യാത്ര ചെയ്തു പോകുമ്പോൾ, ട്രെയിനിൽ യാത്ര ചെയ്തു പോകുമ്പോഴൊക്കെ ഓരോ തലയ്ക്കൽ നിന്നുകൊണ്ട് ദൈവവചനം വാതോരാതെ വിളിച്ചു പറയുന്ന ഒരു വലിയ സമൂഹത്തെ എവിടെ നോക്കിയാലും നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവരെ ഇത് പറയുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ തിരുവെഴുത്ത് അപ്പോസ്തല പ്രവൃത്തി 1:8 വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും എന്നാണ്. പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ മേൽ പകർന്നത് യേശുവിനെ കുറിച്ച് സാക്ഷിക്കുവാനാണ്, അഥവാ സാക്ഷിയാകുവാനാണ്. ആ ശമരിയക്കാരിയായ സ്ത്രീ യേശുവിനെ അഥവാ സാക്ഷാൽ മശിഹ എന്ന് വെച്ച ക്രിസ്തുവിനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് അവർ തിരിച്ചറിഞ്ഞപ്പോൾ ആ രക്ഷകനുമായുള്ള കൂടിക്കാഴ്ച അവളെ ഒരു വ്യത്യസ്തയാക്കി മാറ്റി. ആ ശമരിയ എന്ന് പറയുന്ന ഒരു പട്ടണത്തെ ഇളക്കി മറിക്കുവാൻ ദൈവം ഉപയോഗിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു വനിതയാണ് ശമരിയ സ്ത്രീ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അവിടെ ബയോഗ്രഫിക്കൽ ഹിസ്റ്ററി നാം എടുത്ത് പരിശോധിച്ചാൽ, പഴയകാല അനുഭവങ്ങൾ നമ്മൾ നോക്കിയാൽ ഇത് പറയാൻ യാതൊരു യോഗ്യതയും ഈ സഹോദരിക്കില്ല. എന്നാൽ യേശു ക്രിസ്തുവിനുമായുള്ള ആ എൻകൗണ്ടറിലൂടെ അവിടെ ജീവിതത്തിൻ്റെ രൂപാന്തരമാണ് അവിടെ സംഭവിച്ചത്. ആ സമയം തന്നെ അവൾ ആ കർത്താവിനെ മറ്റുള്ളവരോട് പറഞ്ഞു വെക്കുവാനും ആ ശമരിയ എന്ന പട്ടണത്തെ നേടുവാൻ ദൈവം ഉപയോഗിച്ചത് ഒരു സാധാരണ സ്ത്രീയാണ്. പിന്നത്തേതിൽ ഫിലിപ്പോസിലൂടെ ഉണർവ് നടന്നു എന്നത് വാസ്തവമെങ്കിലും ദൈവത്തിൻ്റെ ആ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിച്ചത് സാധാരണക്കാരിയായ ഒരു വ്യക്തിത്വത്തെയാണ് എന്ന് നമുക്ക് തള്ളിക്കളയുവാനാവില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ ഈ സന്ദേശം നാം കേൾക്കുമ്പോൾ നാം വന്നെത്തി നിൽക്കുന്ന ഈ സാഹചര്യം ഒരു അന്ത്യകാലം തന്നെയാണ്. വേദപുസ്തകം പറയുന്നു, ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ല എന്നാണ് വചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ശിഷ്യന്മാരുടെ ചോദ്യത്തിന് യേശു കൊടുക്കുന്ന മറുപടിയാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം, ഈ സുവിശേഷത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത്, ഈ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. പരസ്യമായി ഏത് തെരുക്കോണുകളിലും ഏത് കവലകളിലും ഏത് മുക്കിനും മൂലയിലും നിന്നുകൊണ്ട് ഈ വചനം പറയുവാൻ തനിക്ക് ലജ്ജയില്ല എന്ന് പറയാൻ കാരണം ക്രിസ്തു ആരെന്നുള്ള വെളിപ്പാട് തനിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ഒരു കാലഘട്ടങ്ങളിൽ ഈ ദൈവത്തിന് എതിരായി നിന്നവൻ, അഥവാ ഈ ക്രൈസ്തവ സമൂഹത്തിന് ഉപദ്രവിയായി മാറിയവനെ ഉപദേഷ്ടാവാക്കി മാറ്റിയത് അവൻ്റെ മേൽ വ്യാപരിച്ച ആത്മശക്തിയുടെ വ്യാപാരമായിരുന്നു എന്ന് നമുക്ക് തള്ളിക്കളവാൻ ആവില്ല. നോക്കിക്കേ, എഫെസോസിലാകട്ടെ, അന്ത്യോക്യയിലാകട്ടെ, ലുസ്ത്രയിലാകട്ടെ, താൻ ചെന്നിടങ്ങളിലെല്ലാം ഈ ആത്മപ്രവൃത്തിയെ ജനത്തിലേക്ക് കൈമാറുവാൻ കഴിഞ്ഞത് തൻ്റെ അകത്ത് ലഭിച്ച ആത്മഭാരമായിരുന്നു, അഥവാ വിഷൻ, അഥവാ ദർശനമായിരുന്നു.
ഇന്നും നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന വിഷൻ എന്ന് പറയുന്നത് കേവലം ഇവിടെ അല്പം ഭൂമി വാങ്ങി ഒരു വീട് വെച്ച് മക്കളെയൊക്കെ വിവാഹിതരാക്കി സുരക്ഷിതമായി അല്പം ഡിപ്പോസിറ്റൊക്കെ ഇട്ട് എങ്ങനെയെങ്കിലും ഉന്തിത്തള്ളി കൊണ്ടുപോകുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി അല്ലവേ അല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ വിളിയും നമ്മുടെ തെരഞ്ഞെടുപ്പും മനസ്സിലാക്കി ഈ അന്ത്യകാലത്ത് ദൈവം പറയുന്നു, ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ആത്മാവിനെ പകരണമെന്നുണ്ടെങ്കിൽ പ്രാപിച്ചവനിലൂടെയാണ് ഈ ആത്മാവിനെ കൈമാറുന്നത്. അങ്ങനെയെങ്കിൽ ഈ രാവിലെ സന്ദേശം കേൾക്കുമ്പോൾ നാം തിരിച്ചറിയൂ, ഈ അന്ത്യകാലത്ത് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണ്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ദൈവം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന നിയോഗമെന്തെന്ന് തിരിച്ചറിഞ്ഞ് ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണമെന്നുള്ളത് ദൈവസഭയ്ക്ക് ദൈവം കൊടുത്ത അന്ത്യ നിയോഗമാണ് എന്ന് മത്തായി 28:18 വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ നമുക്കവിടെ കാണുവാനായി കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിൻ്റെ 24 അധ്യായത്തിൻ്റെ 22 വാക്യങ്ങൾ 21 വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്ന് ഉണ്ടാകും. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. മാത്രവുമല്ല, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെ തെറ്റിക്കാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഓർത്തുകൊള്ളുവീൻ, ഞാൻ മുമ്പുകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങളോട്, ഇതാ അവൻ മരുഭൂമിയിലെന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്, ഇതാ അറകളിലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുകയുമരുത്. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങുന്നത് പോലെ മനുഷ്യപുത്രന്റെ വരവാകും. മാത്രവുമല്ല, ആ കാലത്തിൽ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് വീഴും, ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിൻ്റെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തൻ്റെ ദൂതന്മാർ മഹാകാഹള ധ്വനിയോടുകൂടെ അയക്കും. അവർ അവൻ്റെ വൃതന്മാരെ ആകാശത്തിലെ അറുതികൾ മുതൽ അറുതി വരെ 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കുമെന്ന് വിശുദ്ധ വചനം നമ്മെ വിളിച്ചു പറയുന്നു. എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുന്ന ഏറ്റവും അവസാന നിമിഷത്തിലാണ് നാം വന്ന് എത്തി നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന നിയോഗം എന്ത് എന്ന് നാം തിരിച്ചറിഞ്ഞ് ആ നിയോഗത്തിനനുസരിച്ച് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ഓരോ വ്യക്തികളുടെയും ഉത്തരവാദിത്വം നമ്മൾ നരകത്തെ കൊള്ളയടിക്കുക എന്നുള്ളതാണ്. നരകത്തിൽ വീഴേണ്ടവൻ സാത്താനും അവൻ്റെ ദൂതന്മാരുമാണ്. നരകം മനുഷ്യന് വേണ്ടി ഒരുക്കിയതല്ല. നരകം നരകം എന്ന് പറയുന്നത് പിശാചിനും ദൂതന്മാരുമാണെങ്കിൽ സ്വർഗം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ളതാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട് ദൈവവൈതലായി ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവം സ്വർഗം ഒരുക്കിയിരിക്കുന്നത്. ആകയാൽ അതിൻ്റെ അവസാന വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിക്കുവിൻ. അതിൻ്റെ കൊമ്പ് ഇളയതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇതൊക്കെ സംഭവിക്കുമ്പോഴോ ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. 35 വാക്യം, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. ഒഴിഞ്ഞു പോകാത്ത നിലനിൽക്കുന്ന ഈ ദൈവവചന സത്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭയിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ഏത് അവസ്ഥയിലും എൻ്റെ വിളി എന്നെ തിരഞ്ഞെടുത്തത് എന്തിനാന്ന് മനസ്സിലാക്കി ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ എന്തിനായി ഞാൻ ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ടു, എന്തിനായി ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നു. 3, ഈ ഭൂമിയിലെ ഇഹലോക ജീവിതത്തിന് ശേഷം എൻ്റെ പരലോക ജീവിതം എവിടെയായിരിക്കും എന്നതിനെക്കുറിച്ച് നാം സ്വയം ഒരു തീരുമാനമെടുത്ത്
ശരിയായ ഉത്തരം കണ്ടെത്തി ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ നിയോഗങ്ങൾക്കനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച്, മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ നിത്യസേവകളാൽ അല്ലവേ അല്ല, ദൈവത്തെ പരമാർത്ഥ ഹൃദയത്തോടെ സേവിച്ചുകൊണ്ട് അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായി ദൈവത്തിന് കൊള്ളാവുന്നവരെ നിൽക്കുവാൻ ഈ തലമുറയിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ ദിവസങ്ങളിൽ ദൈവിക നിയോഗം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അടിയനോട് സംസാരിക്കണമേ എന്ന് ശമൂവേൽ പ്രാർത്ഥിച്ചതുപോലെ ദൈവിക നിയോഗങ്ങളെ ആമേൻ ഏറ്റെടുത്ത് അനുസരിച്ച് അനുഗ്രഹം പ്രാപിച്ച് നിത്യജീവനെ പ്രാപിച്ചെടുത്ത് നിത്യതയ്ക്കായി അനേകരെ ഒരുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഉറങ്ങാനുള്ള സമയമല്ല, മയങ്ങാനുള്ള സമയമല്ല, ഇനിയുള്ള കാലം ഉണർന്ന് പ്രവർത്തിക്കാനുള്ള സമയമെന്ന് തിരിച്ചറിഞ്ഞ് ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിച്ചുകൊണ്ട് ആത്മനിയോഗത്തോടെ ഇറങ്ങി പുറപ്പെടാം. നമ്മെ അയച്ചവന്റെ വേല വിശ്വസ്തയോടെ ചെയ്യുവാൻ സർവശക്തൻ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ സന്ദേശത്തിന് വിരാമം കുറിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.